വേണ്ടതിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുവർഷം ആയപ്പോൾ തന്നെ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. ഉടനെ തന്നെ ജലക്ഷാമത്തെക്കുറിച്ചുള്ള വാർത്തകളും വന്നു തുടങ്ങും. എന്നാൽ ഇപ്പോൾ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നത് പാലക്കാട് കഞ്ചിക്കോടാണ്. ബ്രൂവറി പ്ലാന്റ് അഥവാ മദ്യനിർമ്മാണശാല സ്ഥാപിക്കാൻ പോകുന്നു എന്നതാണ് പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങൾക്ക് ചൂട് പിടിപ്പിക്കുന്നത്. പഞ്ചായത്ത് പോലും അറിയാതെ ഇത്തരത്തിൽ എങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കാൻ പോകുന്നു എന്നതാണ് വലിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ചർച്ചകളൊന്നും നടത്താതെ ഇത്തരത്തിൽ ഒരു പ്ലാന്റിന് അനുമതി നൽകിയതിൽ അഴിമതിയുണ്ട് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. മധ്യപ്രദേശ് ആസ്ഥാനമാക്കിയുള്ള OSS കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റ് എന്ന കമ്പനിയാണ് പ്ലാന്റുമായി എത്തുന്നത്. എന്നാൽ വികസനം മാത്രം മുന്നിൽ കണ്ടാണ് പ്ലാന്റിന് അനുമതി കൊടുത്തതെന്നും പദ്ധതി വഴി നിരവധി ആളുകൾക്ക് തൊഴിൽ ലഭ്യമാകുമെന്നാണ് സർക്കാരിന്റെ വാദം. എന്നാൽ പാലക്കാട് ബ്രൂവറി വിഷയത്തിൽ CPI ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയെന്നും എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് മാത്രമേ പദ്ധതി നടപ്പാക്കുകയുള്ളൂ എന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഘടകകക്ഷിയായ CPIയും JDSും എതിർപ്പ് പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് ഗോവിന്ദൻ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയതും. CPIക്കും JDSനും കാര്യങ്ങൾ മനസ്സിലാകാത്തത് എന്താണെന്ന് അവരോട് തന്നെ ചോദിക്കണമെന്നും അദ്ദേഹം പറയുകയും ചെയ്തു. മന്ത്രിസഭാ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ് ബ്രൂവറി വിഷയമെന്നും അത് സംബന്ധിച്ച് ചർച്ചയ്ക്ക് ആരും തടസ്സം വരുത്തിയിട്ടില്ല എന്നുമാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. മദ്യനയത്തിൽ സർക്കാർ മാറ്റം വരുത്തിയിട്ടില്ല. ആവശ്യമുള്ള സ്പിരിറ്റ് ഇവിടെ ഉൽപ്പാദിപ്പിക്കാമെന്നാണ് സർക്കാർ നയം. ബ്രൂവറിയിൽ ആദ്യഘട്ട ചർച്ച മാത്രമാണ് നടന്നതെന്നും സർക്കാർ പറയുന്നു. കാര്യങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്ന എലമ്പുള്ളി പഞ്ചായത്തിന്റെ വാദം ശരിയല്ല എന്നും മദ്യനിർമ്മാണശാല തുടങ്ങുന്ന വിവരം 2024 ഫെബ്രുവരിയിൽ തന്നെ എലമ്പുള്ളി പഞ്ചായത്തിനെ അറിയിച്ചതാണെന്ന് തെളിയിക്കുന്ന കത്ത് പുറത്തുവരികയും ചെയ്തു. കമ്പനിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വിവരിക്കാൻ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓൺലൈനായി വിളിച്ച യോഗത്തിന്റെ കത്താണ് പുറത്തു വന്നത്. 2024 ഫെബ്രുവരി 26 ഓൺലൈൻ യോഗം ചേർന്നത്. OSS കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പേരും എത്തനോൾ ENAയുടെ മൾട്ടി ഫീഡ് നിർമ്മാണ യൂണിറ്റ് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെന്നുള്ള വിവരങ്ങളും കത്തിലുണ്ട്. ഫെബ്രുവരി 26 ഓൺലൈൻ യോഗം ചേരുമെന്നറിയിച്ച് 24 കത്ത് മെയിലിൽ വന്നതെന്നും അസൗകര്യം മൂലം അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് പങ്കെടുത്തതെന്നും പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നു. കമ്പനി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള പരാതി ലഭിച്ചിട്ടുണ്ടോ എന്ന് മാത്രമാണ് യോഗത്തിൽ ആരാഞ്ഞത്. അന്ന് കമ്പനിയെ സംബന്ധിച്ച് ഒരു തരത്തിലുമുള്ള വിവരങ്ങളും ജനശ്രദ്ധയിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. സ്വാഭാവികമായും ഒരു പരാതിയും ലഭിച്ചിരുന്നില്ല എന്നും സെക്രട്ടറി പറഞ്ഞു. അതേസമയം വ്യവസായങ്ങൾക്ക് വെള്ളം നൽകുന്നത് മഹാപാപമൊന്നുമല്ല. ഇനിയും വ്യവസായങ്ങൾക്ക് വെള്ളം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. പാലക്കാട് ബ്രൂവറി കമ്പനിക്ക് അനുമതി നൽകിയതിലെ അഴിമതി ആരോപണങ്ങൾ തള്ളിക്കൊണ്ട് സമാനമായ പദ്ധതികൾക്ക് ഇനിയും വെള്ളം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടുകൂടി കോൺഗ്രസിന്റെയും BJPയുടെയും വിദ്യാർത്ഥി സംഘടനകളടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തി. പ്ലാന്റിന് ആവശ്യമായ ജലം മലമ്പുഴ ഡാമിൽ നിന്നും എടുക്കാനുള്ള അനുമതിയും സർക്കാർ കമ്പനിക്ക് നൽകിയിരുന്നു. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതായിരുന്നു ഈ നടപടി. മലമ്പുഴയിലെ വെള്ളം കൃഷി ആവശ്യങ്ങൾ കഴിഞ്ഞ് മാത്രമേ വ്യവസായങ്ങൾക്ക് ഉപയോഗിക്കാവൂ എന്നാണ് 2018 ഹൈക്കോടതി ഉത്തരവ്. സർക്കാരിന്റെ ഈ തീരുമാനത്തിൽ കടുത്ത പ്രതിഷേധത്തിലാണ് കർഷകരും. എന്നാൽ കമ്പനി മഴവെള്ള സംഭരണികൾ വഴിയാണ് വെള്ളം കണ്ടെത്തുന്നതെന്നും ഭൂഗർഭജലം ഊറ്റുമെന്നത് വെറും തെറ്റിദ്ധാരണ മാത്രമാണെന്നും സർക്കാർ പറയുന്നു. എന്തായാലും പ്രതിഷേധങ്ങൾ കൂടി വരികയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പാലക്കാട് ജില്ലയിൽ ബ്രൂവറി എത്തുമ്പോൾ എന്താണ് ഇനിയും സംഭവിക്കാൻ പോകുന്നത് എന്നത് വലിയ ആശങ്ക തന്നെയാണ് ഉയർത്തുന്നത്. കുടിവെള്ളം പോലും ലഭിക്കാത്ത വർഷങ്ങൾ പാലക്കാടിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ് എന്നത് ആശങ്കയ്ക്ക് കാരണമാകുന്നു. You're watching Media Village Television. If you enjoyed this video, don't forget to like, share and subscribe.